ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻ്റെ മനസ്സിൽ നന്ദു ആണെന്നുള്ള കാര്യം ഉറക്കെ വിളിച്ച് പറഞ്ഞ് അനിയുടെ കുത്തിരി കയറി പിടിക്കുകയാണ് ജാനകി. ആഹാ, അത് ശരി, അപ്പോൾ കെട്ടുകൂടാ നീ അവളെ? കെട്ടുവെന്ന് എന്നും ചോദിച്ചിരുന്നു. ഒച്ച വെച്ചപ്പോഴത്തേക്ക് നിർത്താൻ പറഞ്ഞു മുത്തശ്ശൻ. എൻ്റെ മുന്നിൽ വെച്ച് വഴക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ അച്ഛാ? അപ്പോൾ അവൻ്റെ മനസ്സിലുള്ളതാ പറഞ്ഞത്, അതിലെന്താ തെറ്റ് എന്ന് മുത്തശ്ശൻ ജാനകിയോട് ചോദിക്കുക. അനി ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക കേട്ടോ. എന്നാൽ ഈ മുഹൂർത്ത സമയത്താണ് പറഞ്ഞ് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ വലിയമേ, എന്നിട്ട് ആരും അത് കേൾക്കാതിരുന്നതല്ലേ, ആരെങ്കിലും എന്നെ കേട്ടോ എന്ന് ചോദിക്കുക അനി. നോക്ക്, ഇതെല്ലാം കൂടി എൻ്റെ മനസ്സിൽ വീർപ്പ് മുട്ടുകയായിരുന്നെന്നും അതുകൊണ്ടാണ് ഞാനെല്ലാം തുറന്നടച്ചിപ്പോൾ പറഞ്ഞതെന്നും അനി ഇവരോടെല്ലാവരോടുമായിട്ട് പറയുവാണ്. ഇത് കേട്ടപ്പോൾ നയനയ്ക്കും ആദർശനും ഒക്കെ ആകെ വിഷമം, ധർമ്മസങ്കടത്തിൽ ഇവരിങ്ങനെ നിൽക്കുക. കുറച്ച് മുൻപ് നന്ദു എന്നെ വിളിച്ചിരുന്നുവെന്നും ആ വേണുനായരും അയാളുടെ മകളും കൂടി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയാം. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അനിക്ക് കുറച്ച് സമാധാനമായി. അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കാതെ അനിയുടെ നിശ്ചയം നടക്കാൻ പാടില്ലെന്ന്, അതുകൊണ്ട് അനിയെ അറസ്റ്റ് ചെയ്യണം, അതായിരുന്നു കംപ്ലൈൻ്റ് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് പേടിച്ചു ജാനകിയൊക്കെ. ദേവയാനിയൊക്കെ കണ്ണും തള്ളിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. വേണുവും അവൻ്റെ മോളും ഒക്കെ ഇത് എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറയുമ്പം, അറിയിക്കാൻ ഇവിടെ ആളുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും സാഹചര്യങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ഈ നിശ്ചയം വേണ്ട എന്ന് വെക്കാമെന്ന് മുത്തശ്ശൻ പറയുന്നു. അയ്യോ, ജാനകിക്ക് അറ്റാക്ക് വരുന്ന അവസ്ഥയിലും ആയി. ആ സമയത്ത് മുത്തശ്ശൻ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു നയന. അവന്തിക വളരെ സന്തോഷത്തിലാണുള്ളത്, പ്രതീക്ഷയിലാണ് ഉള്ളതെന്ന കാര്യമൊക്കെ നയന പറയുന്നു. അപ്പം അതിൽ സങ്കടമൊക്കെ ഉണ്ട് മോളെ, പക്ഷേ ഇവൻ്റെ നിലപാട് കണ്ടില്ലേന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വയ്യ, ഇഷ്ടമില്ലാത്ത ഒരു ബന്ധം കൂടി ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് അനി ഇവരോടെല്ലാവരോടുമായിട്ട് പറഞ്ഞു. അവന്തികയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് വീണ്ടും തല്ലും വഴക്കും കൂടാൻ എനിക്ക് വയ്യ എന്നും അനി പറയാം. പിന്നെ എന്നോട് പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ആദർശേട്ടൻ്റെ കസേര പോലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരമായിരുന്നു. എന്നിട്ട് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ ഞാനതനുസരിച്ച് ആളല്ലേ എന്നൊക്കെ ചോദിക്കാനി. പക്ഷേ ഇതിനെന്നെ നിർബന്ധിക്കരുത് മുത്തശ്ശ, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് അനി പറയുമ്പം, പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ, ഇവളുടെ അനിയത്തെ കനകയുടെ മോളെ നീ എൻ്റെ മരുമകളായി കൊണ്ടുവന്നാൽ അവളെ നിലവിളക്ക് കൊടുത്ത് കഴിപിടിച്ച് കിടത്തുന്നത് ഞാനായിരിക്കില്ല എന്ന് ജാനകി പറയുന്നു. അവിടെ എല്ലാവരും അന്തം വിട്ട് നിൽക്കുക. ആ സമയത്ത് അവളുമായിട്ട് അകത്തേക്ക് വരുന്ന നിനക്ക് കാണാം, ഫാനിൽ കിടന്നാടുന്ന നിന്റെ അമ്മയുടെ ജഡമെന്ന് അനിയെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ജാനകി. മൊത്തം പ്രശ്നമാണ്, എല്ലാവരും നോക്കി നിൽക്കുക. ഞാൻ പറഞ്ഞത് ചെയ്തിരിക്കും. എൻ്റെ വെള്ള പുതപ്പിച്ച ശരീരം കണ്ടിട്ടേ നിനക്ക് അവളുമായിട്ടുള്ള ജീവിതം തുടങ്ങാൻ പറ്റൂ എന്ന് ജാനകി കട്ടായം പറയുന്നു. അതും പറഞ്ഞ് ജാനകി അകത്തേക്ക് കയറിപ്പോയി. ജാനകി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അനിയുടെ ജീവിതത്തിൽ ഇനിയൊരു കല്യാണം ഇല്ലെന്നുള്ള കാര്യം ഉറപ്പിച്ചു. ഇതൊക്കെ കേട്ട അജയനും കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക. വല്ലാത്തൊരവസ്ഥയിലാണ് മുത്തച്ഛൻ, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് അനി പറയുമ്പോൾ, നീ വിഷമിക്കണ്ടടാ മോനെ, എന്തായാലും കാര്യങ്ങൾ എത്രത്തോളമൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇനി ഈ നിശ്ചയം വേണോ വേണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാമെന്ന് മുത്തശ്ശൻ പറയുന്നു. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ അനിയെ സമാധാനിപ്പിക്കണം. വാ എന്നും പറഞ്ഞ് മുത്തശ്ശിയും കൂട്ടിക്കൊണ്ടിങ്ങനെ കയറി പോവുക മുത്തശ്ശൻ. ഈ സമയത്ത് നമ്മുടെ അനി ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നു. അപ്പോൾ അനിയുടെ അരികിലേക്ക് ആദർശും അതുപോലെ നയനിയും ഇവരെല്ലാവരും വന്ന് നിൽക്കുക. അനാമയ്ക്ക് അച്ഛനും അമ്മയും കൂടി ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടായിരുന്നു എന്ന് അനി ഇവരോടെല്ലാവരോടുമായിട്ട് പറയുക. അതുപോലെ നന്ദു കംപ്ലൈൻറ്റ് കിട്ടിയെന്നും പറഞ്ഞ് ഇവിടെ വന്നെന്നും ഞാൻ കണ്ടെന്ന കാര്യവും അനി പറയുകയും ചെയ്തു. അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തില്ലേ നന്ദുവിനെന്നൊക്കെ അനി ചോദിക്കുക. ഒരു പെങ്കൊച്ചിനെ ഒരുപാട് മോഹിപ്പിച്ചിട്ട് അതിനെ കരയിപ്പിക്കുന്നത് ശരിയല്ല മോനെ എന്ന് ജയൻ ഇങ്ങനെ അനിയോട് പറയുന്നു. പിന്നെ നിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പം അവിടെയും ന്യായമുണ്ട്, അതുകൊണ്ടാണ് ഇതുവരെ ഞാനൊന്നും പറയാത്തത് എന്ന് ജയൻ ഇങ്ങനെ പറയാം. അജയനെന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചു ദേവയാനി. അത് ഞാനെന്ത് പറയാനാ, ഈ ജാനകിയോടൊക്കെ ഞാൻ പലതവണ പറഞ്ഞതാ. ഇവൻ്റെ നിലപാട് കണ്ടിട്ടേ ഈ ബന്ധം വേണ്ടാന്ന് ആര് കേൾക്കാനേട്ടത്തി. അങ്ങനെ എല്ലാവരും നെടുവേർപ്പിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ആർക്കും ഒരു ഉത്തരവും ഇല്ല. അപ്പോൾ മോനെ, മോളുടെ അച്ഛനും അമ്മയൊക്കെ അപ്പുറത്ത് ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാട്ടോ. അനിയുടെയും അവന്തികയുടെയും നിശ്ചയം കഴിഞ്ഞാൽ നന്ദുവിൻ്റെ പേരും പറഞ്ഞ് അവരാരും ആക്ഷേപിക്കില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലായിരുന്നു ഞാനെന്ന് നയന പറയാട്ടോ ആ സമയത്ത്. ഇനിയിപ്പോൾ നിശ്ചയം മുടങ്ങിയെന്ന് അറിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും അത് വല്ലാത്ത വിഷമമായിരിക്കുമെന്ന് നയന ഇങ്ങനെ ഇവരോട് എല്ലാവരോടുമായിട്ട് പറയണം. അങ്ങനെ എല്ലാവരും അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം മോളെ ഒരുക്കിക്കൊണ്ടിരിക്കുക അമ്മ അവിടെ. അപ്പോഴത്തേക്ക് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുവാണ്, മുത്തശ്ശിനും കൂടെ ചേർന്ന് വന്നപ്പോൾ അവന്തേക്ക് ഒരുങ്ങിയിരിക്കുന്നു. അമ്മ മോളെ ഭയങ്കര സുന്ദരിയാക്കി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു.
അപ്പോഴത്തേക്കും വലിയ ചിരിയൊക്കെ ചിരിച്ച് അവന്തിക എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അതേ മുത്തശ്ശനും മുത്തശ്ശിയും അകത്തേക്ക് കയറി വരുവാണ്. അപ്പോൾ അതേ ഇത്രയും നേരമായിട്ട് നയനെ ഏട്ടത്തി ഒന്നും ഇങ്ങോട്ടൊന്നും ഒരുക്കാൻ പോലും വന്നിട്ടില്ല എന്ന് ജലജ പറയാം. അപ്പോൾ അവരിങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അതിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് അനി വന്നതെന്ന് മുത്തശ്ശി പറയുക. തടസ്സപ്പെടുത്തിയോ? അപ്പോൾ എന്തു പറ്റി മുത്തശ്ശോ എന്നാ അവന്തിക മോള്. അവൻ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് മോളെ എന്ന് പറയാട്ടോ. അവൻ ഈ അടുത്ത സമയത്ത് എല്ലാവരും പന്ത് തട്ടുന്നത് പോലെ അവനെടുത്തിട്ട് തട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങളാരും ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചില്ല എന്ന് വേണം പറയാൻ. അവൻ എൻ്റെ ഇളയ കൊച്ചുമോനാ. പക്ഷേ അവന് കൊടുത്തിരിക്കുന്ന ഭാരവും എടുത്താൽ പൊങ്ങാത്തതാണെന്ന കാര്യവും മുത്തശ്ശനിങ്ങനെ പറയുന്നു. അതൊക്കെ അവൻ നന്നായി മാനേജ് ചെയ്യുന്നില്ലേ അച്ഛാ? പിന്നെ എന്താ കുഴപ്പം? അന്നേരം ചെയ്തു. എങ്കിലും അവനിപ്പോൾ പരിധി വിട്ടുപോയി. അവൻ ഈ ബന്ധം വേണ്ടെന്നാ പറയുന്നതെന്നുള്ള കാര്യം തറപ്പിച്ച് പറഞ്ഞതായിട്ട് മുത്തശ്ശി ഇവരോട് രണ്ടുപേരോടും പറയാം. അവന്തിക നടുങ്ങി വിറച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അതവൻ നേരത്തെയും പറഞ്ഞതാണല്ലോ. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ടെന്നല്ലേ അച്ഛനും അമ്മയും പറഞ്ഞെന്ന് ജലജ ചോദിച്ചപ്പം. അതുമാത്രമല്ല ജലജ, ആ വേണു എന്നെ വിളിച്ചിരുന്നു, അനാമികയുടെ അച്ഛൻ. അവൻ വിളിച്ചിട്ട് ബന്ധം പിരിയുന്നതിന് മുൻപ് നിശ്ചയം നടത്തുന്നത് എവിടുത്തെ ഏർപ്പാടാണെന്ന് ചോദിച്ചു. അതിന് അവരൊക്കെ എൻ്റെ നിശ്ചയം എങ്ങനെ അറിഞ്ഞത് എന്ന് അവന്തിക ചോദിക്കുമ്പം അതൊക്കെ ചോർത്തി കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് പറയാം. അതെല്ലാം ചെയ്തത് നന്ദു അവളുടെ അച്ഛനും അമ്മയും കൂടി ആയിരിക്കും. രണ്ടെണ്ണം ഇപ്പം എത്തിക്കാണുമല്ലോ എന്നും ജലജ പറയുമ്പം അവരെ വെറുതെ പഴിച്ചാരരുത്. വേണു ഇതുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നും നന്ദു അതിനു വേണ്ടി എന്നെ വിളിച്ചായിരുന്നു എന്നും പറഞ്ഞു. അങ്ങനെ വരട്ടെ. അവൾക്ക് ഈ ബന്ധം നടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് അവളായിരിക്കും വേണുവിനെ കൊണ്ട് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുപ്പിച്ചതെന്നാണ് ജലജ പറയുന്നത്. ഇനി അവൾ വരും നിശ്ചയം നടത്തുന്ന സമയത്ത് അത് മുടക്കാനായിട്ട്. അന്നേരം തൽക്കാലം അതുകൊണ്ടൊക്കെ ഈ ചടങ്ങ് വേണ്ടാന്നാണ് എൻ്റെ തീരുമാനമെന്ന് മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അവന്തിക. കാര്യങ്ങൾ എത്രത്തോളം എത്തിച്ചിട്ട് അച്ഛൻ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു ജലജ. ഞാനല്ല, അനിയാ പറഞ്ഞത് അവൻ ഈ ബന്ധം വേണ്ട എന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ അറ്റാക്ക് വന്നതുപോലെ ഇങ്ങനെ നിൽക്കുവാണ്. എന്നു മാത്രമല്ല അവൻ ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറഞ്ഞു. നന്ദു അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിക്കില്ല എന്ന്. അത് കേട്ടപ്പോഴേക്കും ദേ കിടക്കുന്നു എല്ലാം കൂടി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അവന്തിക ഒരു നോട്ടം. അപ്പം മുത്തശ്ശിയും ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. അവളോട് എനിക്ക് ഇഷ്ടമുണ്ടെന്ന് ഞാൻ 1000 തവണ പറഞ്ഞതല്ലേ. അവർ തമ്മിൽ രഹസ്യമായിട്ട് കാണുന്നുണ്ടെന്ന് അഭി പല തവണ എന്നെ അറിയിച്ചതുമാണ്. അപ്പോൾ ഒന്നും ആരും അനുസരിച്ചില്ല. അത് അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞില്ലേ എന്ന് ചോദിച്ചു. നന്ദുവിനെ എനിക്ക് കിട്ടുമെന്ന് അവന് ഉറപ്പില്ല. പക്ഷേ നന്ദു അല്ലാതെ മറ്റൊരു പെൺകുട്ടി അവൻ്റെ മനസ്സിലേ ഇല്ല എന്നും ഈ ഒരു സാഹചര്യത്തിൽ മോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് അനാമികയും അവനും തമ്മിലുള്ള ദാമ്പത്യം പോലെ തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യവും മുത്തശ്ശൻ പറയുന്നു. എന്നും അടിയും വഴക്കും ഒക്കെ ആയിട്ട് നിങ്ങളെല്ലാ ദിവസവും തള്ളി നീക്കേണ്ടി വരുമെന്നും മുത്തശ്ശൻ പറയാം. അതുകൊണ്ട് അവൻ്റെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകാതെ എനിക്ക് തൽക്കാലം ഈ ചടങ്ങ് നടത്താൻ പറ്റില്ല എന്ന് മുത്തശ്ശൻ ഇവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അവന്തിയോട് പോയി പണി നോക്കാനെന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വന്നിരിക്കുക. നന്ദുവിന് ഒരു കംപ്ലൈൻറ്റ് കിട്ടിയത് കൊണ്ട് അവൾക്ക് അതിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടതായിട്ടും വരുമെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വീണ്ടും കലകവും വഴക്കും ഒക്കെ ഉണ്ടാകുമെന്ന കാര്യവും പറയും കേട്ടോ. അപ്പോഴത്തേക്കും മോള് തൽക്കാലം ഒന്ന് ക്ഷമിക്കും മോളെ എന്ന് മുത്തശ്ശി പറയുന്നു. ആദ്യം എന്നെ കാണാൻ ഒരുത്തൻ വന്ന ഒരു വക്കീൽ, അവൻ എന്നെ വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ആ ദേഷ്യത്തിലാണ് അനിയേട്ടന് വേണമെന്ന് ഞാൻ പറഞ്ഞത്. അതും ഇപ്പം മുടങ്ങി എന്നും പറഞ്ഞ് അവന്തിക നിൽക്കുക കേട്ടോ. ഇത് അനിയേട്ടനെ അല്ല എന്നെയാ ഒരുമാതിരി കോമാളിയാക്കുന്ന എന്നൊക്കെ അവന്തിക പറയുമ്പം തൽക്കാലം ഒരിത്തിരി വേദനയോടെയാണെങ്കിലും ഞാൻ പറയുകയാണ്, ഈ ചടങ്ങ് നടത്താൻ നിർവാഹമില്ല മോളെ, അത് നടക്കില്ല മോളെ എന്ന്. ഇത് കേട്ടപ്പോഴത്തേക്കും ജലജയും മോളും കൂടി ഇങ്ങനെ അയ്യോ എന്തോ പോയ എണ്ണാനെ പോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയം നമ്മുടെ മുത്തശ്ശി ഇവരെ ഇങ്ങനെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് മുത്തശ്ശിയും അവിടെ നിന്ന് അങ്ങ് പോയി. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവന്തിക ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് ജലജ, ജാനകി, അവന്തിക, നവ്യ, അബി ഇവരെല്ലാവരും കൂടി ഇന്ന് ചർച്ചയാണ്. അപ്പോൾ അവളെ കൊണ്ട് ഗോവിന്ദനും കനക ഈ പരിപാടി ഒപ്പിച്ചതെന്നാണ് ജലജ പറയുന്നത്. ആ സമയത്ത് ജാനകി ഇങ്ങനെ നവ്യെ നോക്കുക. എന്തായാലും നിൻ്റെ അമ്മയും അച്ഛനും കൊള്ളാം നവ്യെ, അപ്പം ഞാൻ ഇതിനകത്തൊന്നും പ്രതിയല്ല എന്ന് നമ്മുടെ നവ്യ അന്നേരം പറഞ്ഞു. പിന്നെ എനിക്ക് നിശ്ചയം നടങ്ങിപ്പോയതിൽ നല്ല വിഷമവും ഉണ്ടെന്ന് നവ്യ പറയുക. അപ്പോൾ അവന്തിക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. എന്നിട്ട് അവന്തിക നമ്മുടെ സൈഡിലല്ലെങ്കിലും നന്ദുവിനെ ഒഴിവാക്കാനായിട്ട് അന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും. അന്നേരം ഞാൻ ആഗ്രഹിച്ച മരുമകളെ തന്നെ ഞാൻ എനിക്കൊപ്പം ചേർത്ത് നിർത്തുമെന്ന് ജാനകി. അതിനി ആര് തടയാൻ ശ്രമിച്ചാലും നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ അവിടെ നിന്ന് ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ മോള് വിഷമിക്കണ്ട കേട്ടോ, മോള് ചിന്തിക്കുന്ന രീതിയിലേ എല്ലാം നടക്കുള്ളൂ എന്ന് ജാനകി. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അമ്മായി അങ്ങനെ.
ഇത് അനിയേട്ടനും നന്ദുവായിട്ടുള്ള ഒരു നാടകമായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് ഈ അവന്തിക പറയുമ്പം അതിനുള്ള സാധ്യതയാണ് ഞാനും കാണുന്നത്. വേണുവിനെയും അനാമികയും ഇളക്കി വിട്ടത് അവർ തന്നെയാണെന്നും അതിനാണ് സാധ്യതയെന്നും അബി. അപ്പം അതുകൊണ്ട് ഇപ്പം എന്തായി, നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ നല്ല വാശി കയറിയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ജലജ. അങ്ങനെ വാശി കയറി കഴിഞ്ഞാലേ അവർ തീരുമാനിക്കുന്നത് പോലെ ഇനിയെല്ലാം നടക്കത്തുള്ളൂ. എനിക്ക് ഈ കല്യാണത്തിനോട് ഒരു താല്പര്യവും ഇല്ലയെന്ന് നേരം നവ്യ പറഞ്ഞു. അല്ലെങ്കിൽ നിശ്ചയം പോലും ഇല്ലാതെ കല്യാണം നടത്താമായിരുന്നു എന്ന് നവ്യ പറയാട്ടോ. അവൻ്റെ താല്പര്യമൊന്നും നോക്കണ്ടെന്ന് ജാനകി. അവൻ ഇഷ്ടപ്പെട്ട ഒരുത്തിയെ കൊണ്ടുവന്നല്ലോ. അവളും അവളുടെ അച്ഛനും അമ്മയും കൂടി അല്ലേ ഇവിടെ കിടന്ന് അഴിഞ്ഞാടിയിട്ട് പോയതെന്ന് ജാനകി ചോദിക്കുക. അപ്പോൾ ഇനി എൻ്റെ അവന്തിക മോളാ, എൻ്റെ മരുമോള്, അതിനി ഒരു മാറ്റം ഉണ്ടാവും. ഇത് കേട്ടപ്പോൾ ജലജയ്ക്ക് ഭയങ്കര സന്തോഷം. ജലജ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കനകയും ഗോവിന്ദനും നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ വരുന്നുണ്ടെന്ന് എല്ലാം മോട്ടക്കിയിട്ട് സംഗതം കാണിച്ചിട്ട് പോകാനുള്ള പുറപ്പാടാ എന്ന് പറഞ്ഞ് ജലജ ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കുവാണ് അവരെ. അപ്പോൾ അവരിങ്ങനെ വന്ന് നിൽക്കുന്നു. എന്തായാലും നീ ആഗ്രഹിച്ചതുപോലെയെല്ലാം നടന്നല്ലോ കനകെ, മോതിര കൈമാറ്റം തടസ്സപ്പെട്ടല്ലോ എന്ന് കനകയോട് ഈ ജലജ പറയുമ്പോൾ കനക ഗോവിന്ദേട്ടൻ്റെ നേരെ ഇങ്ങനെ നോക്കുക. അതിന് എൻ്റെ അച്ഛനും അമ്മയുമാണ് ഉത്തരവാദിത്തങ്ങളും നയന ചോദിച്ചപ്പോൾ പിന്നെ ആരാ എന്ന് ജാനകി നയനയോട്. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ബുദ്ധി ഇവളുടേതാണെന്ന് എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞ് ജലജ പറഞ്ഞപ്പോൾ ആണെങ്കിലേ കണക്കായിപ്പോയി, അതുകൊണ്ട് അപ്പച്ചിക്ക് ഇപ്പം എന്നാ ചെയ്യാൻ പറ്റുമെന്ന് നയന അന്നേരം ജലജയോട് ചോദിച്ചു. അപ്പം നീ കൂടുതൽ ചൂടാവണ്ട, നിൻ്റെയൊക്കെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് ജാനകി പറയുമ്പം അതെങ്ങനെ അറിയുന്നേ, എൻ്റെ മനസ്സിൽ എന്താണെന്നേ എനിക്ക് അറിയാൻ പറ്റുമെന്ന് നയന ജാനകിയോട് പറഞ്ഞു. പിന്നെ എന്നെ സ്നേഹിക്കുന്നവർക്കും അതല്ലാത്തവർക്ക് ഈ രീതിയിലേ ചിന്തിക്കാൻ പറ്റുള്ളൂ എന്ന് നയന അന്നേരം പറഞ്ഞു. അത് കേട്ടപ്പം നീ കൂടുതൽ ചൂടാവണ്ട, അമ്മയും അമ്മായും പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നവ്യ. എന്ത് കാര്യമാണ് ഉള്ളത് പറ. വേണുവും അനാമികയും കംപ്ലൈൻറ്റ് കൊടുത്തത് കൊണ്ടാണ് നന്ദു മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അവൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണെന്ന് ജാനകി ചോദിച്ചപ്പം ഞങ്ങൾ ആരും അവളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നില്ല, അവൻ്റെ പ്രവൃത്തിയും. അപ്പോൾ അതോടെയെല്ലാം തീർന്നല്ലോ അല്ലേ. രണ്ട് മക്കളെ കല്യാണം കഴിപ്പിച്ച നാളെ മുതൽ തുടങ്ങിയതാണ് ഇയാളുടെ ഈ കുംഭസാരം എന്ന് ജലജ ഗോവിന്ദേട്ടനോട് പറയണം. അപ്പോൾ ദേ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ഈ സമയത്ത് നവ്യയ്ക്കും വിഷമമായി. നയന ഇങ്ങനെ നവ്യെ നോക്കുക. ഇയാൾക്ക് ഹൃദയം ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമാണെന്നും പറഞ്ഞുകൊണ്ട് ജലജ പറഞ്ഞപ്പോഴത്തേക്കും കനകയ്ക്ക് കലി കയറി. കനക പ്രതികരിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഗോവിന്ദേട്ടൻ പറഞ്ഞു വേണ്ടാന്ന്. ഹൃദയമില്ലാത്ത പലരും ഇവിടെ ഉണ്ട്. അവരൊക്കെ ഈ വീട്ടിലുള്ളതാ. ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് നയന അന്നേരം പറഞ്ഞു. അപ്പോൾ അബിയൊക്കെ ഇങ്ങനെ നോക്കുക കൊണ്ടതുപോലെ. അപ്പോഴത്തേക്കും ദേവയാനിയും അതുപോലെ ആദർശം കൂടെ അങ്ങോട്ടേക്ക് വരും കേട്ടോ. എന്താ ഇവിടെ നടക്കണേന്നും ചോദിച്ചു. അപ്പോൾ എൻ്റെ മോളുടെ നിശ്ചയം മുടക്കിയതും പോരാ, പിന്നെയും ഇവരെ ന്യായീകരിക്കുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ആരും ന്യായീകരിച്ചില്ലെന്ന് കനക പറഞ്ഞു. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെയൊക്കെ പ്രതികളാക്കി കാണുന്നതാ ഞങ്ങളുടെ വിഷമമെന്ന് കനക അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയാട്ടോ. ജലജി അന്നേരം ഇങ്ങനെ കനക തുറച്ചു നോക്കുക. നന്ദുവിനെ പോലും കൂട്ടാതെയാണ് നയനയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വന്നത്. എല്ലാത്തിനും കാരണം അനാമികയും അവളുടെ അച്ഛനും അമ്മയും ആണെന്ന് പറഞ്ഞു ദേവയാനി. എന്ന് വെച്ചാൽ അവർ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തപ്പോഴത്തേക്കും നന്ദു ഇവിടെ മുത്തച്ഛനെ വിളിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. എടാ നന്ദു ഒരു എസ്ഐയാ, ഒരു കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിച്ചു കയറി കളയണമെന്ന് ആദർശ നേരം അബിയോട് ചോദിച്ചു. എന്നാൽ ഇത്ര തിടുക്കപ്പെട്ട് വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ജലജ. ഇവിടെ നിശ്ചയം നടന്നിരുന്നെങ്കിലേ നന്ദു ഇവിടെ വന്നേനെ എന്ന് ആദർശ് പറഞ്ഞു. അവൾ പോകുമ്പോൾ അനിയും കൂടെ കൊണ്ടുപോവുകയും ചെയ്തേനെ. അപ്പം നിങ്ങളൊക്കെ എന്തൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ശരി, അനി തുടക്കം മുതലേ ഈ ബന്ധത്തെ എതിർത്തതാ. ആ എതിർപ്പിന് കാരണം നന്ദുവാണെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് വലിയ ഘോരം നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ. അതുകൊണ്ട് അവളും അവനും കൂടെ ഉണ്ടാക്കിയൊരു നാടകം അല്ലെങ്കിൽ പോലും അതല്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല എന്നാണ് ജാനകി അവരോട് പറയണേ. ഇതൊക്കെ കേട്ടപ്പോൾ നയനയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ഞങ്ങളുടെ ആരുടെയും മുഖത്തല്ല കനകെ നിന്റെ മോള് കരിവാരി തേച്ചത്, അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്താണെന്ന് ജാനകി കുറ്റപ്പെടുത്തി പറയുമ്പം നന്ദു അവളുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. മുത്തശ്ശനത് പറഞ്ഞില്ലേന്ന് ആദർശ് ചോദിച്ചു. അങ്ങനെ പറഞ്ഞെങ്കിലും നിന്റെ മുത്തശ്ശൻ്റെ മനസ്സിൽ നല്ല മുറിവേറ്റിട്ടുണ്ടെന്ന് ജലജ. അങ്ങനെയെങ്കിൽ അതിനുള്ള പരിഹാരം അവർ ചെയ്തോളും, ബാക്കിയുള്ളവർ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ആദർശ് ജലജയോട് പറഞ്ഞു വായടപ്പിച്ചു. ദേ ഇവളും ഇവളുടെ അച്ഛനും അമ്മയുണ്ടല്ലോ, അഷ്ടിക്ക് വകയില്ലെങ്കിലും കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് മക്കളെ പറഞ്ഞു വിടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഇപ്പോഴും ആ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞ് വീണ്ടും ഇവരെ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വല്ലാത്ത രീതിയിൽ നിൽക്കുക നവ്യൊക്കെ. രണ്ട് മക്കളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഈ വീടിൻ്റെ താളം തെറ്റിച്ചല്ലോ എന്ന് ജലജ. അപ്പോഴും ഇവരൊന്നും മിണ്ടുന്നില്ല. എന്നിട്ടിപ്പോൾ മൂന്നാമത്തവളെയും ഇവിടേക്ക് പറഞ്ഞു വിടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ജലജ വീണ്ടും നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്ത് നയനയ്ക്ക് കലി കയറിയിട്ടൊരു രക്ഷയില്ല. മക്കളെ കെട്ടിക്കാൻ കയ്യിൽ പൈസ ഇല്ലെങ്കിലേ നിന്റെ ഇയാളുടെ നിലയ്ക്കും വിലയ്ക്കും ഒത്തിട്ടുള്ള ബന്ധം തേടി പിടിക്കടി എന്നും പറഞ്ഞിങ്ങനെ ജലജ ഇവരെ അപമാനിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അർഹത ഇല്ലാത്തടത്തേക്ക് നുഴഞ്ഞു കയറാതെ അന്നേരത്തേക്ക് നിർത്തിക്കോളാൻ പറഞ്ഞു നയന. ഇത്രയും നേരം ക്ഷമിച്ചു നിന്നു. ആദർശേട്ടാ ഇത്രയും ദിവസം അനിയെ വിമർശിച്ചിട്ട് അവന്തികയുടെ കൂടെ നിൽക്കുകയായിരുന്നു.
ദേ ഇപ്പോഴും ഈ നിശ്ചയം മുടങ്ങിയതേ നല്ല വിഷമവും ഉണ്ട്. അവന്തികയുടെ സങ്കടത്തിൽ നല്ല വേദനയും ഉണ്ടെന്ന കാര്യം നയന പറയുക. എങ്കിലും ഞാൻ പറയുക, ഇനി അനിയെ ഞാൻ ശാസിക്കാനോ ഉപദേശിക്കാനോ ഇല്ല. അനിക്ക് ഇഷ്ടപ്പെട്ട ബന്ധം അനി തന്നെ തിരഞ്ഞെടുക്കട്ടെ എന്ന് നയന കട്ടായോ അങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പൊ കേട്ടോടി ജാനകി പറഞ്ഞത് എന്ന് വെച്ചാൽ ഇവളുടെ അനിയത്തി വന്നാലും കുഴപ്പമില്ല എന്ന്. അപ്പോഴത്തേക്കും ജാനകി ഇങ്ങനെ നോക്കി. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ നയന വെല്ലുവിളിക്കുക എല്ലാവരെയും കേട്ടോ. അവന്തിക കണ്ണും തള്ളിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ദേ മുത്തശ്ശനും മുത്തശ്ശിയും കല്യാണാലോചനയായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയതാ. അന്ന് മുത്തശ്ശനെയും മുത്തശ്ശിയെയും പറഞ്ഞ് തിരുത്തി വിട്ടതേ ദേ ഈ നിൽക്കുന്ന എൻ്റെ അച്ഛനും അമ്മയാണെന്ന് നയൻ ഇവരോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു. എന്നിട്ടാ അവരെക്കുറിച്ച് വേണ്ടാത്ത വർത്തമാനം അപ്പച്ചി ഇപ്പം പറഞ്ഞതെന്നും നയനെ നിന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ ജാനകി പിന്നെ പറഞ്ഞ് നിൽക്കുക കേട്ടോ. ഇനിയൊരു പേരുദോഷം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നന്ദുവനെ ഏത് നേരം ഉപദേശിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഈ അച്ഛനും അമ്മയും. ഓ പിന്നെ എന്നും പറഞ്ഞ ജലജ എന്നേരം അവിടെ ഇരിക്കുന്നത്. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നിട്ടും എൻ്റെ അച്ഛനെയും അമ്മയും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇതാണ് എൻ്റെ നിലപാട് എന്ന് നയനെ തറപ്പിച്ച് തന്നെ പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ അന്നേരം നയനയെ നോക്കുന്നേ. ഇനി അനിയുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ആരും എതിരെ നിൽക്കില്ല എന്നും പറഞ്ഞു. നിന്റെ തീരുമാനം അത് തന്നെയാണോ ആദർശേ എന്ന് ജാനകി ചോദിച്ചപ്പം അതെ നയന എന്തു പറയുന്നു അതിനൊപ്പം തന്നെ ഞാനും നിൽക്കുമെന്ന് ആദർശം പറഞ്ഞു. ദേ കിടക്കുന്നു പണി പാളി. അപ്പോഴത്തേക്ക് നബിക്ക് ഭയങ്കര സന്തോഷമായി. ഏട്ടത്തി തെറ്റു പറഞ്ഞാൽ ഏട്ടൻ കൂടെ നിൽക്കുമോ നബി എന്നേരം ചോദിച്ചു. അങ്ങനെ നിന്റെ ഭാര്യ പോലെ തെറ്റു പറയുന്നവളല്ല നയന എന്ന് ആദർശ് പറഞ്ഞു. അതുകൊണ്ട് കൂടെ തന്നെ ഞാൻ നിൽക്കുമെന്നും പറഞ്ഞു. എല്ലാവരും ഒന്ന് നിർത്താൻ പറഞ്ഞു ദേവയാനി അന്നേരം. എൻ്റെ മരുമോളുടെ അച്ഛനും അമ്മയുമാണ് ആദർശിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും വിളിച്ച പ്രകാരം ഇവിടെ വന്നിരിക്കുന്നതെന്ന് ദേവയാനി പറയാട്ടോ. അവരെ അപമാനിച്ചു വിടാൻ ഇവിടെ ആർക്കും ഒരു യോഗ്യതയില്ല എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞു ജലജ അപ്പോഴും അങ്ങനെ എല്ലാ കാര്യത്തിനും തീരുമാനമായി. മോള് വിഷമിക്കണ്ട കേട്ടോ. നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത്. പക്ഷേ നിന്റെ അമ്മയോടും ഇവളോടൊന്നും നിയന്ത്രിക്കാൻ നീ പറയാൻ പറഞ്ഞു അവന്തികയോട് ദേവയാനി. വാശിയെടുത്താലേ ഞങ്ങളും അതുപോലെ തന്നെ പോയെന്നിരിക്കുമെന്നും ദേവയാനി അവന്തികയോട് അടിവരയിട്ട് അവസാനത്താക്കിയതെന്നുള്ള രീതിയിൽ പറയുക. അപ്പോൾ ഒരു സമയത്ത് കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് മക്കളെ കെട്ടിച്ചു വിടണമെന്ന് കനക ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്കും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല എന്ന് ഗോവിന്ദേട്ടൻ അവിടെ വെച്ച് പറയൂ കേട്ടോ. അർഹിക്കാത്തത് കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു ആഗ്രഹം ഇല്ല എന്ന കാര്യവും ഗോവിന്ദേട്ടൻ പറയുകയും ചെയ്തു. അതുകൊണ്ട് വല്ലപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇങ്ങനൊന്നും സംസാരിക്കരുതെന്നും ഗോവിന്ദേട്ടൻ പറയുക കേട്ടോ. നിൽക്കുന്നു ജാനകി. അങ്ങനെ സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി അച്ഛൻ 4 നല്ല വർത്തമാനം പറഞ്ഞോളണം ഒന്ന് നയനെ അന്നേരം പറയുക. അപ്പോൾ ജാനകി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. അപ്പച്ചിക്ക് അച്ഛനെയും അമ്മയും ശാസിക്കാനുള്ള ഒരവകാശവും ഇല്ല എന്ന് ദേവയാനി പറഞ്ഞു. സ്വന്തം മോൻ പോലും ഈ കുടുംബത്തെയും മൂർത്തി ജ്വല്ലറിയും തകർക്കുന്ന പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന കാര്യം നയനെ അപ്പം പറയട്ടെ. അപ്പം അഭി അന്നേരം ഇങ്ങനെ നിൽക്കാം. അതൊക്കെ എല്ലാവരും സഹിച്ചും ക്ഷമിച്ചുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ആർക്കും അറിയാത്തതല്ല എന്നും പറയുക. എന്നിട്ടാണ് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനെയും അമ്മയും വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും നയനെ അങ്ങ് പറയുവാണേ. അന്നേരം പോട്ടെ മോളെ അതൊന്നും കാര്യമാക്കണ്ട. ഇനിയൊരു വഴക്കിനും തർക്കത്തിനൊന്നും ഞങ്ങളില്ല എന്ന് കനക അന്നേരം പറഞ്ഞു. ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരങ്ങോട്ട് ഇറങ്ങുന്നു. അപ്പം നയനയും അവരുടെ കൂടെ അങ്ങ് പോയിട്ടോ. അവരങ്ങ് പോയി കഴിഞ്ഞപ്പം എൻ്റെ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് അവളെ ആര് വേദനിപ്പിച്ചാലും അത് ഞങ്ങൾ സഹിക്കില്ല പറഞ്ഞേക്കാമെന്ന് ദേവയാനി എല്ലാത്തിൻ്റെയും മുഖത്തടിച്ച് പറയുകയും ചെയ്തിട്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ സംസാരിച്ച് അവസാനം ഇവളെ വേദനിപ്പിക്കരുതെന്ന് ആദർശ് നേരം പറഞ്ഞു. അത് അവന്തിക പൊന്നുങ്ങളിങ്ങനെ ഇരിക്കുകയാണല്ലോ, നന്ദുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കരുതെന്നും ആദർശ് പറയുകയും ചെയ്തു. എല്ലാത്തിനായിട്ടും ശരിക്കും കൊടുത്തിട്ടാണ് അവരങ്ങ് പോയത്. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.